ഹായ് ഹലോ. നല്ല നാടൻ ചിക്കൻ വെച്ചിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഒരു ചിക്കൻ സ്റ്റൂ ആണെന്ന് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നാടൻ ചിക്കൻ 1 കിലോ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വെള്ളം വാർത്ത് വെച്ചതിന് ശേഷം 1 കിലോ ചിക്കനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ച് കുറച്ച് നേരം മാറ്റി വെക്കുകയാണ്. ഇങ്ങനെ ചെയ്ത് കുറച്ച് നേരം മാറ്റി വെക്കുകയാണെങ്കിൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയി കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വലിയ ഉള്ളി, പിന്നെ ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ എടുത്ത് മാറ്റി വെക്കണം. ഫ്ലേവറിനായിട്ട് പട്ടയും കറാമ്പും അതുപോലെ തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങാപ്പാലിനായിട്ട് നല്ല പച്ച തേങ്ങ, ഒരു തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നാടൻ കോഴി ആയതുകൊണ്ട് ഞാൻ എപ്പോഴും കുക്കറിലാണ് കേട്ടോ നാടൻ കോഴീൻ്റെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. സ്റ്റൗ സിമ്മിൽ ഓൺ ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു കുക്കർ വെച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് പട്ടയും ഗ്രാമ്പും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. ഓരോന്നായി ഇളക്കുന്ന സമയത്ത് അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് സിമ്പിളായിട്ടുള്ളൊരു സ്റ്റൂ ആണ് കേട്ടോ. നാടൻ കോഴി ആയതുകൊണ്ട് അണ്ടിപ്പരിപ്പും ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. മറ്റുള്ള ചിക്കൻ കറിയിൽ ആവുന്ന പോലെ ബ്രൗൺ കളറൊന്നും ആവണ്ട. ജസ്റ്റ് ഇതിൻ്റെ ഒരു പച്ചച്ചുവ മാറുന്ന വരെയാണ് നമ്മളിതൊന്ന് ഇളക്കി സോട്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊരു വിധം ഒരു ചെറുതായിട്ടൊന്ന് ആ പച്ചമണം മാറിയും തോന്നുന്ന സമയത്ത് നമ്മൾ സവാളയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതും ഇതുപോലെ ഒന്ന് ആ ഒരു കളറ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ പൊടിയുപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാനിതിൽ കാണിക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചിക്കനും ഈ സവാളയും എല്ലാ പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഒട്ടും വെള്ളം ചേർക്കാതെ തേങ്ങ അരച്ച് പിഴിഞ്ഞിട്ടുള്ള ആ തിക്കായിട്ടുള്ള പാല് ഞാൻ മാറ്റി വെക്കുകയാണ്. എന്നിട്ട് അതിന് ശേഷം ആ ഒരു തേങ്ങാപ്പീര ഇട്ട് അടിച്ച ആ പാലാണ് ഞാൻ ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ നാടൻ ചിക്കൻ എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിന് നല്ല വേവ് ഉണ്ടാവും. അതുകൂടാതെ അതിൻ്റെ മൂപ്പ് നന്നധികമാണെങ്കിൽ ഒരു 8-9 വിസിൽ വരെ വെക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു 7 വിസിൽ വരെ സ്ലോ കുക്കിങ്ങിൽ വെച്ചതിന് ശേഷം പിന്നെ കൂടുതൽ കുക്കിംഗ് ആവശ്യമുണ്ടോ എന്നുള്ളത് തുറന്ന് നോക്കി അരമണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്നാൽ മതി കേട്ടോ കുക്കർ. അതിനുശേഷം നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ നമുക്ക് വേവിച്ചെടുക്കാം. ചിക്കൻ നന്നായി വെന്ത് കഴിഞ്ഞ് എന്ന് കണ്ടാൽ മാത്രം അതിലേക്ക് തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് കറിവേപ്പിലയും അതിൻ്റെ കൂടെ തന്നെ പെപ്പർ പൗഡറും ആഡ് ചെയ്ത് കൊടുത്ത് ഉപ്പ് നോക്കി അത് ആവശ്യത്തിന് ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തതിന് ശേഷം വേഗം തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം. എന്നിട്ട് മാറ്റി വെച്ച് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാനധികം ഇതിലേക്ക് വറവിടാറില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഓൾറെഡി വെളിച്ചെണ്ണയും തേങ്ങാപ്പാലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയുള്ളി അരിഞ്ഞിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഗാർണിഷിംഗ് ആയി. അങ്ങനെ നമ്മുടെ നാടൻ കോഴി കൊണ്ടുള്ള സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും നാടൻ കോഴിയാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പത്തിൻ്റെ കൂടെ നാടൻ കോഴി കൊണ്ടുള്ള സ്റ്റൂ ഞാൻ സെർവ് ചെയ്യാണ്. സ്റ്റൂ വയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തല്ലോ. അപ്പോൾ നാടൻ ചിക്കൻ്റെ ഫ്ലേവർ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ആണ് ഞാൻ ഉരുളക്കിഴങ്ങ് ചേർത്താത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങും കൂടി ഇതിൽ ആഡ് ചെയ്യാം. നിങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തായിട്ട് നാടൻ കോഴി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ സ്റ്റൂ വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ നാടൻ ചിക്കൻ സ്റ്റൂ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം. ഓക്കെ, ബൈ.